ജോർജിയയിൽ പഠിക്കാൻ പോയാൽ അത് സ്കാമാണോ അതോ റിയാലിറ്റി ആണോ, അത് പലർക്കും അത് അറിയില്ല. ഇത് അറിയാതെ നിങ്ങൾ പോയാൽ ലൈഫ് തന്നെ നിങ്ങൾക്ക് റിസ്ക് ആകും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ജോർജിയയിൽ സ്റ്റഡി ഇൻ ജോർജിയ റിയാലിറ്റി ആണോ സ്കാം ആണോ എന്നറിയാനുള്ള രീതിയിൽ പലർക്കും ഒരു ഡൗട്ട് കാണും. ഇവിടെ സ്കാം നടക്കുന്നുണ്ടോ അതോ ഇവിടെ ഒരു നല്ലൊരു അവസരമാണോ ഇവിടെ പഠിക്കാൻ, എല്ലാവർക്കും ഒരു ചോദ്യമാണത്. പലർക്കുള്ള ഡൗട്ടാണ്. ഇവിടെ എങ്ങനെയാണ്, ഇവിടെ വരാവോ, പഠിക്കാൻ പറ്റുമോ ഇല്ലയോ, ഇവിടെ വന്നാൽ നമ്മൾ ചതിക്കുഴിയിൽ പെടുവോ അതോ നമുക്ക് മര്യാദയ്ക്ക് പഠിച്ചിറങ്ങാവോ, എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്. അപ്പോൾ അതിനെ പറ്റി പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളോടെയും കൂടെ ഷെയർ ചെയ്യാം. അപ്പം പലർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് വരെ കാണണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതെല്ലാം അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാൻ ഞാൻ കുറേ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ എല്ലാവർക്കും ഒരു വലിയ ഡൗട്ടാണ്, ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണോ സ്കാം ആണോ ഇല്ലയോ എന്നല്ല. അപ്പോൾ അതിനുള്ള എല്ലാ ചോദ്യത്തിനും ഞാൻ ഉത്തരം തരും. എന്തായാലും ഞാൻ ഇത് പറയണമെങ്കിൽ ഇവിടെ രണ്ടും നടക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇവിടെ രണ്ടും നടക്കുന്നുണ്ട്, സ്കാമും ഉണ്ട് റിയാലിറ്റി ഉണ്ട്. അപ്പം നമ്മൾ രണ്ടും അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെ ടെൻഷൻ അടിക്കാൻ വേണ്ടിയല്ല പറയുന്നത്, ഇത് ഇവിടുത്തെ കാര്യങ്ങളാണ്, അത് ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യുന്നു. അപ്പോൾ എന്തായാലും ആദ്യം ഞാൻ കാര്യം റിയാലിറ്റി പറയാം. ജോർജിയയിൽ നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, നല്ല ജെന്യുവൻ യൂണിവേഴ്സിറ്റി തന്നെ ഉണ്ട്. അതുകൊണ്ട് അതൊന്നും ആരും ഓർത്ത് ടെൻഷനൊന്നും അടിക്കണ്ട. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റി ഉണ്ട്. MC അപ്രൂവ്ഡ് ആണ്, WHO അപ്രൂവ്ഡ് ആണ്, അല്ലാത്തത് കാണും, പക്ഷെ എല്ലാം ഉള്ളത് യൂണിവേഴ്സിറ്റി ഉണ്ട്. പിന്നെ ബാക്കിയുള്ള കൺട്രീസിനെ അപേക്ഷിച്ച് ഫീസ് നല്ല കുറവാണ്. ഇവിടെ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഫീസ് നല്ല കുറവാണ്. അപ്പം പിന്നെ നല്ല ഈസിയാണ് വിസ പ്രോസസ്സ്. അത് ഞാൻ ഇന്ന് വീഡിയോയിൽ ചെയ്യുന്നുണ്ട്, വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആ വീഡിയോ പോയി കാണാം ഞാൻ വിസ പ്രോസസ്സിനെ പറ്റി. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. ഇവിടെ അതും എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ സ്റ്റുഡൻസും ജോർജിയയിലാണ് പഠിക്കാൻ വരുന്നത്. ഇപ്പോൾ തന്നെ ഇന്ത്യൻസ് കുറേ ഉണ്ട് ഇവിടെ പഠിക്കാൻ വരുന്ന പിള്ളേർ. പിന്നെ ഞാൻ തന്നെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻ്റാണ്. ഞാൻ ഉക്രൈനിൽ നിന്ന് പിന്നെ വാറായതുകൊണ്ട് ട്രാൻസ്ഫർ ആയതാണ്. എന്തായാലും ഇവിടെ ജെന്യുവനും ഉണ്ട്, ഇതും ഉണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അടുത്തത്, ഇവിടെ സ്കാം എവിടെയാണെന്ന് എല്ലാവർക്കും ഇത് ഡൗട്ട് കാണും. അപ്പോൾ അത് ഞാൻ പറയാം. ഇപ്പോൾ സ്കാം എന്ന് പറയാൻ പല ഏജൻസിമാരുണ്ട് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. ഏജൻറ്റ് പറയും ഇത് ചെയ്യാം, അത് ചെയ്യൂല, അതെന്നെല്ലാം പറയും. അപ്പോൾ അവർ നമുക്ക് കുറച്ച് തെറ്റിദ്ധാരണമായ പ്രോമിസുകൾ തരും. അവർക്ക് പൈസ കിട്ടണം എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ ചില ഏജന്റുമാർ നല്ലവരും ഉണ്ട്, അങ്ങനെ ഒരിക്കലും പറയില്ല. പക്ഷേ ചിലവർ നമ്മളെ പറ്റിക്കും, പൈസയ്ക്ക് വേണ്ടി പറ്റിക്കും. അതിൽ പോയി പെടുന്നത് കുറച്ച് സ്കാമാണ് ഇവിടെ കൂടുതലും. അങ്ങനെയാണ് ആൾക്കാരുകൾ പെട്ടുപോണത്. അത് നിങ്ങളൊന്ന് സൂക്ഷിക്കണം. പിന്നെ ഇവിടെ പാർട്ട് ടൈം ജോബ് ഈസി ആയി കിട്ടും. മന്ത്ലി നമുക്കൊരു 2000 ജെല്ല് വരെ ഏൺ ചെയ്യാനൊക്കെ പറ്റും. എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഒരു 6000 രൂപ, 60,000 രൂപ അപ്പം പിന്നെ ബാലൻസും വർക്കും ഒക്കെ ചെയ്ത് പോവാം. പിന്നെ വർക്ക് പെർമിറ്റിൻ്റെ കാര്യം ഇവിടെ ഇപ്പോൾ റൂള് വന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പ്രീവിയസ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാം. ഞാൻ വേണമെങ്കിൽ ഐ ബട്ടണിൽ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇതെല്ലാമാണ് ഇവിടുത്തെ ഹാഫ് ട്രൂത്താണ് ഇതെല്ലാം. പിന്നെ എന്താണ് റിയാലിറ്റി എന്താണെന്ന് പറയാം. പാർട്ട് ടൈം ജോബ്സ് ഉണ്ട്, പക്ഷെ പെട്ടെന്ന് കിട്ടൂല, ഞാൻ പറഞ്ഞ കണക്ക് ഇപ്പോൾ. പിന്നെ ലാംഗ്വേജ് ബാരിയർ ഇവിടെ നല്ല പ്രശ്നമാണ്. ജോർജിയൻ അറിയാമെങ്കിൽ മാത്രമേ ഇവിടെ കുറേ കടകളിൽ കയറ്റുള്ളൂ. പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല രീതിയിൽ ടൈറ്റ് കോമ്പറ്റീഷനാണ്. ജോർജിയൻസിനെ ആദ്യം പ്രിഫർ ചെയ്യുമോ നമുക്കറിയാമല്ലോ, അതിനുശേഷമേ ബാക്കിയുള്ള കൺട്രിയിലെ ആൾക്കാർക്കുള്ളൂ. പിന്നെ സാലറി ഇവിടെ 800 തൊട്ട് 1500 വരെ റേഞ്ച് കിട്ടും. അതാണ് റിയാലിറ്റി. പിന്നെ സ്കാം, അത് ഞാൻ പറയാം. ഫേക്ക് യൂണിവേഴ്സിറ്റി, ലോ ക്വാളിറ്റി കോളേജസിലൊന്നും പോവല്ല, മനസ്സിലായ? നമുക്ക് പലരും പറയാം അതിൽ പോവാം. എല്ലാവരും നിങ്ങളൊന്ന് റിസർച്ച് ചെയ്ത് നോക്കണം, അല്ലാതെ ചുമ്മാ എടുത്ത് ചാടല്ലേ. അല്ലെങ്കിൽ എല്ലാ ആൾക്കാർ പ്രീവിയസ്ലി വീഡിയോ ഇട്ടിട്ട് കാണും ഇവിടെ ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ ഫേക്കും ഉണ്ട്, റിയാലിറ്റിയിലും ഉള്ളതുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് വേണം നിങ്ങളത് ചൂസ് ചെയ്യാൻ. പിന്നെ പലർക്കും അഡ്മിഷൻ കൊടുക്കുമ്പോൾ ഫ്യൂച്ചറിൽ വാല്യൂ ഇല്ലാത്ത ഒരു കോഴ്സായിരിക്കും അവർ കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾ സൂക്ഷിച്ച് നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. ഇതാണ് വേറൊരു രീതിയിലെ സ്കാം നടക്കുന്നത്. പിന്നെ ഇമിഗ്രേഷൻ പ്രശ്നങ്ങൾ വരാം. ഇവിടെ ഡോക്യുമെൻറ്റ് സ്ട്രോങ് അല്ലെങ്കിൽ ഇവിടെ റിജക്റ്റ് ആക്കും. ഇപ്പോൾ ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് വരികയാണ്.
അപ്പോൾ നമ്മൾ ഇമിഗ്രേഷനിൽ തന്നെ നമ്മൾ ഡീപ്പോർട്ട് ചെയ്ത് കളയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഞാനൊരു മെയിൻ പോയിന്റ് പറയാം. ഇവിടെ മെയിനായിട്ട് ഇതല്ല, പക്ഷേ എക്സ്പെക്റ്റേഷൻ ചെയ്യുന്നത് സ്ട്രോങ് ആണ്. അതാണ് മെയിൻ പ്രോബ്ലം. ഇവിടെ സ്കാം അങ്ങനെ വളരെ കുറവാണ്. ഇവിടെ കുറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങളെല്ലാം നോക്കണം. നിങ്ങൾ നല്ല രീതിയിൽ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾ സ്പാമിൽ ചെന്ന് പെടൂല. അതാണ് ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത്. ബഡ്ജറ്റൊക്കെ നോക്കണം. നിങ്ങൾ സെർച്ച് ചെയ്ത് ബാക്കിയുള്ള ആരെങ്കിലുമൊക്കെ യൂട്യൂബിലോ ഗൂഗിളിലോ എവിടെയാണോ നിങ്ങൾ സെർച്ച് ചെയ്ത് ആൾക്കാർ എന്തൊക്കെയാണ് പറയുന്നത് അതെല്ലാം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി അതെല്ലാം റിസർച്ച് ചെയ്ത് ഈ യൂണിവേഴ്സിറ്റി ഉണ്ടോ ഇല്ലയോ, ഫീസ് എങ്ങനെയാണ്, അവർ പറയുന്ന റേറ്റ് കറക്റ്റാണോ, ഏജൻറ്റുമാർ പറയുന്ന റേറ്റ് കറക്റ്റാണോ, ഇതെല്ലാം നിങ്ങൾ നോക്കണം. പിന്നെ ഒരു നല്ല രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് ആണ്. വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ വന്ന് പഠിക്കാൻ വേറെ ഇതൊന്നുമല്ല. അപ്പം അതാണ് നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കി വെക്കാൻ. എല്ലാം നിങ്ങളൊന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഇതൊന്നും ചിന്തിക്കാതെ ചിലവരുണ്ട്, അത് കേട്ടോടെ അങ്ങ് പോകാൻ വേണ്ടി നിൽക്കും. അവർക്ക് ഇവിടെ വന്ന് ഭയങ്കര പെടും. അവരൊക്കെയാണ് സ്കാമിൽ പോയൊക്കെ പെടുന്നത്. പിന്നെ കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കും. അതുകൊണ്ട് എനിക്ക് മെയിൻ പോയിൻ്റാണ് റിസർച്ച് ചെയ്യണം. എല്ലാം നിങ്ങൾ റിസർച്ച് ചെയ്ത് പ്ലാൻ ചെയ്തിട്ടല്ലാതെ നിങ്ങൾ ഒന്നിലും തീരുമാനം എടുക്കല്. ഫുൾ കാര്യങ്ങൾ അറിയണം. ആൾക്കാർക്ക് എത്ര ചോദിക്കാൻ പറ്റുമോ അതെല്ലാം ചോദിച്ച് ഇത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇറങ്ങാൻ. ഇതാണ് മെയിൻ. പക്ഷെ ഒന്നും ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല. അപ്പം നല്ല നിലയായിട്ട് നിങ്ങളെല്ലാം റിസർച്ചൊക്കെ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നിട്ട് മാത്രം എടുക്കുക. ഏജൻറ്റുമാരാണ് പലരും നമ്മളെ ചതിക്കുന്നത്. നല്ലവരും ഉണ്ട്, അഴുക്കവരും ഉണ്ട്. അത് നിങ്ങൾ സൂക്ഷിച്ചാൽ കുഴപ്പമില്ല. നോക്കിയും കണ്ടൊക്കെ എടുത്താൽ മാത്രം മതി. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ബാക്കിയെല്ലാം സെറ്റാണ്. അപ്പം നിങ്ങൾ നല്ല ട്രസ്റ്റാണ്, നിങ്ങൾ അത് കൊണ്ടുപോയി അത് ചെയ്യും എന്നുള്ള എല്ലാം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക. അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം. അല്ലാതെ നിങ്ങൾ ഒരിക്കലും തിരഞ്ഞെടുക്കല്. എല്ലായിടത്തും ചോദിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ബാക്കിയുള്ളവരെല്ലാം നല്ലതാണോ യൂണിവേഴ്സിറ്റി എല്ലാം നോക്കിയിട്ട് മാത്രം തിരഞ്ഞെടുക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. ഞാൻ എല്ലാം റിപ്ലൈ തരുന്നതാണ്. നിങ്ങൾ എന്തെങ്കിലും യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇടുക, കമൻറ്റിൽ ഇട്ടാൽ മതി. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും. അപ്പോൾ അതൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കണും കൂടെ ഓണാക്കി വെച്ചോ. എന്നാലേ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ കുറേ ജോർജിയയുടെ കണ്ടൻറ്റ് ഇട്ടിട്ടുണ്ട്. വർക്ക് പെർമിറ്റ് പിന്നെ വിസ പ്രോസസ്സ് എല്ലാം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് എൻ്റെ അക്കൗണ്ടിൽ കയറി കാണാം. അപ്പം നിങ്ങൾക്ക് ഞാൻ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. അപ്പോൾ ഞാൻ അടിപൊളി വ്ളോഗുമായിട്ട് നാളെ കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.